ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു റീഡിങ്ങിൻ്റെ ടോപ്പിക്കുമായിട്ടാണ്. അതായത് ആ ഒരു വ്യക്തി ആരാണ്, ആ വ്യക്തി എന്തിനാണ് നിങ്ങളോട് എപ്പോഴും കോമ്പറ്റീഷൻ വയ്ക്കുന്നത്, അതായത് നിങ്ങളെപ്പോലെ ആവാൻ ശ്രമിക്കുന്നു, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ കോപ്പി അടിക്കുന്നു, എപ്പോഴും നിങ്ങളോടൊരു കോമ്പറ്റീഷൻ വയ്ക്കുന്നു. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം പാഠം പഠിച്ചിട്ടോ ആ വ്യക്തി വീണ്ടും നിങ്ങളോട് ഒരു കോമ്പറ്റീഷൻ വയ്ക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി ആരാണ് എന്ന് നമുക്ക് നോക്കാം റീഡിങ്ങിലൂടെ. അതായത് ഈ ഒരു വ്യക്തി ഇങ്ങനൊരു വ്യക്തിയാണ്. മുന്നേ ഇവർക്ക് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അതായത് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ഏറ്റവും ബുദ്ധിമുട്ട് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്ന ആളാണിവർ. അതായത് ഒത്തിരി പൈസയുടെ ബുദ്ധിമുട്ട് കണ്ട് 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 അവരുടെ ആ ഒരു ബുദ്ധിയുടെ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ട് മാറി. കാരണം എപ്പോൾ നോക്കിയാലും ദാരിദ്ര്യം ദാരിദ്ര്യം ദാരിദ്ര്യം, ഒന്നിനും പൈസ ഇല്ലാത്ത അവസ്ഥ, ഒരു മാരേജ് വന്ന് വിളിച്ചാൽ പോകാൻ പറ്റാത്ത അവസ്ഥ, എല്ലാത്തിനും ബുദ്ധിമുട്ട്, സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണിവർ. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോൾ ഈ വ്യക്തിക്ക് മറ്റുള്ളവരോട് ഭയങ്കരമായിട്ട് അസൂയയും കുശുമ്പും വരുന്നു. കണ്ടോ, അവരെ കയ്യിൽ പൈസ ഉണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അവരെ കയ്യിൽ എന്തുമാത്രം പൈസ ഉള്ളത്, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു, അങ്ങനൊരു തോന്നൽ ഇവരുടെ ഉള്ളിൽ വന്നു. ഒരു രീതിയിലുള്ള ആൾക്കാർ വിചാരിക്കും, നമ്മൾ ആരുടെയും പൈസ കണ്ട് അഹങ്കരിക്കാൻ പാടില്ല, നമ്മൾ അധ്വാനിച്ചാൽ നമുക്കും അതേപോലെ എത്താൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ അധ്വാനിക്കും. മറ്റുള്ള ചില ആൾക്കാരുണ്ട്, അതായത് അവർ സ്വന്തമായിട്ട് അധ്വാനിക്കുകയില്ല, അടുത്തവരുടെ കയ്യിലിരിക്കുന്ന പൈസ കണ്ട് വ്യാമോഹിക്കും, എനിക്കും അതേപോലെ പൈസ വേണം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് അധ്വാനിക്കത്തുമില്ല. അങ്ങനെയുള്ള രണ്ട് കൂട്ടം ആൾക്കാരാണ് സമൂഹത്തിലുള്ളത്. ഇവർക്ക് ഈ ഒരു പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഒത്തിരി ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വയ്ക്കേണ്ട അവസ്ഥ വന്നു. അതായത് ഒത്തിരി കാര്യങ്ങൾ ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് വേണ്ടാന്ന് വയ്ക്കേണ്ടതായി വന്നു. അപ്പോഴെല്ലാം ഇവർക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു അസൂയ തോന്നി. ഇവരുടെ ലൈഫും നിങ്ങളുടെ ലൈഫും ഇവർ താരതമ്യം ചെയ്യുന്നു. ഇവർക്ക് ഒരിക്കലും ഇവരുടെ ആഗ്രഹങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇവരുടെ ആ ഒരു സാഹചര്യം ഇവരെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചു. ഇവരുടെ ആഗ്രഹങ്ങൾ കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ആഗ്രഹങ്ങളുടെ പിറകെ പോവാൻ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ഇവരുടെ ആ ഒരു സാഹചര്യം ഇവരെ പഠിപ്പിച്ചു. ഈ വ്യക്തി ഭയങ്കര സ്വാർത്ഥരായിട്ടുള്ള വ്യക്തിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇവരുടെ സാഹചര്യം വളരെ മോശമൊന്നുമല്ല, എങ്കിലും ആൾക്കാരോട് എനിക്ക് ഒന്നുമില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ക്യാഷ് ഇപ്പോൾ ഉണ്ടായിട്ടും മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കുകയാണ് ഇവരുടെ മെയിൻ ജോലി. അതായത് ഇവരുടെ മെയിൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ പൈസ വെച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെയെങ്കിലും പൈസ ചിലവാക്കിപ്പിക്കുക, അതാണ് ഇവരുടെ ജോലി. ഇവരിപ്പോൾ നിങ്ങളുടെ ഓഫീസിലുള്ള ആളാണ് എങ്കിൽ എല്ലാവരും പൈസ ഇടുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇവരോട് പൈസ ചോദിക്കുമ്പോൾ ഇവർ പറയും ഇവരിൽ പൈസ ഇല്ല എന്ന് പറയും. ഇവർ ആരോടെങ്കിലും പൈസ ചോദിച്ച് വാങ്ങിച്ചെന്ന് വിചാരിച്ചു, തിരിച്ച് ഇവർ കൊടുക്കത്തില്ല. റിട്ടേൺ ചോദിക്കുമ്പോൾ പറയും ഇവരുടെ കയ്യിലില്ല എന്ന് പറയും. ഇവിടെ എല്ലാവരും ഇവരെ പിശുക്കൻ എന്നായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. കാരണം ഇവർ അങ്ങനൊരു ടൈപ്പിലുള്ള വ്യക്തിയാണ്. സ്വന്തം പൈസ ചിലവാക്കാതെ കൈ വച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചിലവാക്കിപ്പിക്കുന്ന ആൾ. ഇവിടെ ഇവർ കഠിനാധ്വാനം ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൃദയം കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. എത്ര പാഠം പഠിച്ചാലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ഇപ്പോഴും വളരെ മോശമായിട്ടാണ് ഇവർ ചെയ്യുന്നത്. കാരണം മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പൈസയിൽ കണ്ണുവയ്ക്കുക, അവരുടെ പൈസ എങ്ങനെ എനിക്ക് കൈക്കലാക്കാൻ പറ്റും, എങ്ങനെ എനിക്ക് വേണ്ടി ആ ഒരു പൈസ ചിലവാക്കാൻ പറ്റും, ആ രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. എപ്പോഴും കണ്ണത്രയും മറ്റുള്ളവരുടെ പൈസയുടെ മേലാണ്. ഇവിടെ ഈ ഒരു വ്യക്തി ബിസിയായിട്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ ബിസിയായിട്ടിരിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ആ ഒരു ജീവിതത്തിൽ എന്ത് നടക്കുന്നു, മറ്റുള്ളവരുടെ പൈസയിൽ കണ്ണ്, ഇതൊക്കെയാണ് ഇവരുടെ ജോലി. അപ്പോൾ ഈ ഒരു വ്യക്തി സ്വന്തം വിഷമം മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് അവരെയും കൂടെ വിഷമിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ എങ്ങനെ സ്വന്തമാക്കാം, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇവരുടെ ആഗ്രഹം എന്താണോ അത് നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോവും, അങ്ങനെയുള്ള ആളാണ്.
ഇവർ പുറമേ എപ്പോഴും ഷോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവർക്ക് പക്ഷികളോടും പട്ടികളോട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ആഹാരം കൊടുക്കുന്നത്, അതായത് നമ്മുടെ റോഡിലൊക്കെ പട്ടികൾ കിടക്കുമ്പോൾ അവർക്കൊക്കെ ആഹാരം കൊടുക്കുന്നത്, കാക്കകൾക്ക് ചോറ് കൊടുക്കുന്നത്, പക്ഷികൾക്ക് ഒക്കെ ചോറും അരിയൊക്കെ ഇട്ട് കൊടുക്കുന്ന, അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് പുറമേ ഇവർ ഷോ ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ പക്ഷികൾക്കും പട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു വ്യവസ്ഥ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവർക്കത് കാണുമ്പോൾ ഇഷ്ടമില്ല. ഇവർ പറയും, ഓ ഓ, ആവശ്യമില്ലാതെ പട്ടികൾക്കൊക്കെ ആഹാരം കൊടുക്കുന്നു, പക്ഷികൾക്ക് ചോറ് കൊടുക്കുന്നു, ഇവിടെ മനുഷ്യന് തിന്ന ആഹാരമില്ല, അപ്പോഴാണ് പട്ടികൾക്കും കാക്കകൾക്കും പൂച്ചയൊക്കെ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിൽ പറയും. ഇവർ എന്താണോ ചെയ്യാതിരിക്കുന്നത് അത് നിങ്ങളും ചെയ്യാൻ പാടില്ല. നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ചില ആൾക്കാരുടെ സ്വഭാവം ഇങ്ങനെയാണ്, നമുക്ക് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ജനിക്കുമ്പോഴേ കിട്ടുന്ന സ്വഭാവമാണ്. നമ്മൾ നല്ലത് ചെയ്താലും അവരുടെ കണ്ണിൽ അത് നല്ലതായിട്ട് തോന്നിക്കത്തില്ല. പക്ഷെ പുറമേ കാണിക്കുന്നത് അവരും ഇങ്ങനത്തെ ആളാണ്, അവർ ഇതേപോലെ പട്ടികൾക്കും പൂച്ചകൾക്കും കാക്കകൾക്കൊക്കെ ആഹാരം കൊടുക്കുന്ന ആളാണ് എന്ന്. പക്ഷെ അവർ ചെയ്യത്തില്ല എന്ന് അവർക്ക് മാത്രമേ അറിയൂ, പുറമേ ഷോ ചെയ്യും. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയാണ്, നിങ്ങൾ ഈ പട്ടിക്കും പൂച്ചയ്ക്കും പശുവിനും എല്ലാം കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ച് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയും എന്നാണ് തോന്നുന്നത്. അതായത് നിങ്ങൾ ആ മൃഗങ്ങൾക്ക് ചെലവാക്കുന്ന പൈസ പോലും ഇവർക്ക് കൊടുത്തൂടെ എന്നുള്ള ആ ഒരു രീതി. ഇപ്പോൾ ഇവർക്ക് പൈസയുടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാലും മറ്റുള്ളവരുടെ പൈസ എത്രത്തോളം കിട്ടാമോ അത്രത്തോളം കിട്ടട്ടെ എന്നുള്ള രീതി. ഇവർ വാട്ടർ സൈനാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ സ്വയം ഇവരുടെ ബുദ്ധിയെ ഭയങ്കരമായിട്ട് പുകഴ്ത്താറുണ്ട്. ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ കാണിക്കുന്ന എല്ലാം ബുദ്ധിയില്ലാത്ത കാര്യങ്ങളാണ്. ഇവർക്ക് ഒരു ഇമോഷൻസും ഇല്ല. മറ്റുള്ളവരുടെ ദുഃഖം പോലും ഇവർക്ക് വലിയ ഒരു ദുഃഖമായിട്ട് തോന്നാറില്ല. അതായത് മൃഗങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട്, അവർ വെള്ളത്തിനും ആഹാരത്തിനും എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് മനസ്സിലാവത്തില്ല. ഇവരുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഡബിൾ പേഴ്സണാലിറ്റി തന്നെയാണ് ഇവർ. മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നത് ഇവർക്ക് എല്ലാവരെയും സഹായിക്കാൻ ഇഷ്ടമാണ് എന്ന്. പക്ഷേ ഇവർ സ്വയം ഇതൊന്നും ചെയ്യാത്ത വ്യക്തിയും കൂടെയാണ്. നിങ്ങളും ഇവരും വേറൊരു വ്യക്തിയും മൂന്നുപേരും കൂടെ ഇരിക്കുമ്പോൾ ഈ മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളോടും ഇവരോടും പുകഴ്ത്തി പറയും. ഈ മൂന്നാമത്തെ വ്യക്തി അങ്ങോട്ട് തിരിയുമ്പോൾ ഈ പുകഴ്ത്തി പറഞ്ഞ നാക്കുകൊണ്ട് തന്നെ അവരെ കുറ്റം പറയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇവരുടേത്. ഇവിടെ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് മറ്റൊരു വ്യക്തിയുടെ ഇമേജിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി. കാരണം മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ഒരു വ്യക്തി നാളെ എന്നെക്കുറിച്ചും കുറ്റം പറയാതിരിക്കാനോ പോകുന്നത്. ഉറപ്പായിട്ട് എന്നെക്കുറിച്ചും ഇവർ കുറ്റം പറയും. അങ്ങനൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഇവരെക്കുറിച്ച്. ഇവർ മീന രാശിയിൽ ജനിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ കർക്കിടക രാശിയിൽ ജനിച്ചവരായിരിക്കാം. ഇവിടെ ഉറപ്പായിട്ടും ഒരു കോമ്പറ്റീഷൻ ഭാവം ഉറപ്പായിട്ടും ഇവർക്ക് നിങ്ങളോട് ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ന്യൂട്രൽ ആയിട്ടാണ് പോകുന്നത്. അതായത് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല, എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്കറിയാം, അങ്ങനെ ന്യൂട്രലായിട്ട് പോകുന്ന ആളാണ് നിങ്ങൾ. ഇവർ പറയുന്നതെന്നും നിങ്ങൾ കേൾക്കുന്നില്ല. ഇവിടെ ഇപ്പോഴും ഇവർ നിങ്ങളെയും ഇവരെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളോട് ഈർഷ്യാഭാവം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഇവർക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇവർക്ക് ദേഷ്യം വരും നിങ്ങളെ ആരെങ്കിലും പുകഴ്ത്തി പറയുകയാണെങ്കിൽ. ഇനി നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതും ഇവർക്കൊട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇവർ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ വളരെ മോശമായിട്ട് പറയുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ട്. അതായത് എന്ത് കാര്യം ചെയ്താലാണ് സെൻട്രലിൽ വരാൻ പറ്റുക, ആ രീതിയിലുള്ള കാര്യമായിരിക്കും ഇവർ എപ്പോഴും ചെയ്യുന്നത്. അതായത് എല്ലാവരും ഇവരെ കാണണം, സെൻട്രലിൽ വരണം, ആ രീതിയിൽ എപ്പോഴും നിങ്ങളോട് ഇവർ കോമ്പറ്റീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. ആൾക്കാർ ഇവരെ നോട്ടീസ് ചെയ്യണം, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത്.
ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ഫോക്കസ് ഇവരിലായിരിക്കണം. ഇവരല്ലാതെ വേറെ ആരും നോക്കാൻ പാടില്ല. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ സ്വന്തം വിഷമത്തിനുള്ള കാരണം സ്വയം തന്നെ ഉണ്ടാക്കുന്ന ആൾക്കാർ. നിങ്ങളുടെ പെരുമാറ്റമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആൾക്കാരോടുള്ള സംസാര രീതി ആയിക്കൊള്ളട്ടെ, എല്ലാത്തിലും ഒരു കോമ്പറ്റീഷൻ, വസ്ത്രധാരണ രീതി, എല്ലാത്തിലും ഇവർ ഒരു കോമ്പറ്റീഷൻ വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ആ ഒരു ചിന്ത മറ്റുള്ളവർക്ക് വേണ്ടി ആയാലും അവർക്ക് വേണ്ടി ആയാലും നിങ്ങൾക്ക് വേണ്ടി ആയാലും വളരെ മോശമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർക്ക് എപ്പോഴും എല്ലാവരുടെയും കൺമുന്നിൽ വരണം. അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഇവർ ചെയ്യുന്നു. പക്ഷെ ഇവർക്ക് അറിയത്തില്ല നാളൊരു സമയത്ത് ഇവർക്ക് ഈ ഒരു സ്വഭാവം കാരണം പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന്. ഇവർ തന്നെ സ്വയം ഇവരുടെ ആ ഒരു കുഴിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, എല്ലാവരോടും കോമ്പറ്റീഷൻ വച്ച്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഇവരുടെ ഈ ഒരു സ്വഭാവം സഹിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലാവും ഇവരുടെ ഈ ഒരു സ്വഭാവം കാരണം എന്തുമാത്രമാണ് മോശം ഇവരുടെ ലൈഫിൽ ഉണ്ടായത് എന്ന്. ഇവിടെ 100%-ൽ 10% മാത്രമായിരിക്കും നിങ്ങളിപ്പോൾ ഇവരെ സഹിക്കുന്നത്. പക്ഷേ ബാക്കി 90% ഇവർക്ക് തന്നെ ഇവർ കുഴി കുഴിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം ആ വ്യക്തിക്ക് തന്നെ ദോഷമാകുന്ന അവസ്ഥ. ഇപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലാവും, ഇവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ വച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക്. അതായത് ഒരു വ്യക്തി മറ്റുള്ളവരുടെ ജീവിതത്തിൽ മോശം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നാളെ ആ വ്യക്തിയുടെ ജീവിതത്തിലും അതേ മോശം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ വ്യക്തിയെ അറിയുന്നില്ല, പക്ഷേ നാളൊരു സമയത്ത് ഇവർക്ക് മോശം വരുമ്പോൾ ഇവർ മനസ്സിലാക്കും. കാരണം നമ്മൾ ഒരു വ്യക്തിയുടെ കൂടെ മോശം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാളൊരു സമയത്ത് നമ്മുടെ കൂടെ മോശം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവർക്ക് ദൈവം ഒരു നല്ല കാര്യം കൊടുത്തിട്ടുണ്ട്. അതായത് ഇവരെന്ത് തെറ്റ് ചെയ്താലും ഒരു അവസരം കൊടുക്കും ആ ഒരു തെറ്റ് മാറ്റാൻ വേണ്ടി. പക്ഷേ വീണ്ടും വീണ്ടും അവർ ആ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും അവസരം ദൈവം കൊടുക്കും, വീണ്ടും ആ തെറ്റ് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ള ബിഹേവിയറാണ് ഇവരുടേത്. ചിലപ്പോൾ വർഗോ രാശിയിലുള്ള ആളായിരിക്കാം ഇവർ, കാപ്രിക്കോൺ രാശിയിലുള്ളവരും ആയിരിക്കാം ഇവർ. അതായത് എല്ലാ സ്ഥലത്തും ഇവർ വിജയിക്കണം, വേറെ ആരും വിജയിക്കാൻ പാടില്ല. എല്ലായിടത്തും ഇവർ മാത്രം വിജയിക്കണം, അങ്ങനൊരു സ്വഭാവം ഇവർക്കുണ്ട്. അതായത് സ്വയം ഇവരെ നല്ലതാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഇവർ എന്തും ചെയ്യും. ഇവിടെ സമയം ദൈവം വീണ്ടും ഇവർക്ക് കൊടുക്കും. ഇനിയെങ്കിലും ഈ ഒരു സ്വഭാവത്തിൽ മാറ്റം ഇവർ വരുത്തിയില്ല എങ്കിൽ ഇവരുടെ ആ ഒരു ബുദ്ധി തന്നെ വളരെ മോശമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് സ്വയം ഇവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഇവിടെ ഇവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു ബലം ഇവർ സ്വയം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം സ്വന്തം കർമ്മത്തിൻ്റെ ബലം സ്വന്തമായിട്ട് സൃഷ്ടിക്കുന്ന ആളായി മാറിയിരിക്കുകയാണ് ഇവർ. നമ്മളെപ്പോഴും നല്ല കർമ്മം മാത്രം ചെയ്ത് നല്ല ബലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇവർ മോശകർമ്മം ചെയ്ത് മോശബലം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവർ ഒരു വേരായി മാറിയിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ആ വേര് പടർന്ന് പന്തലിച്ച് ഒരു മരമായി മാറും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവർ എന്ത് വലിയ തെറ്റാണ് ചെയ്തത് എന്ന്. ഇവിടെ പ്രകൃതിക്ക് ഇവരോട് ദയ തോന്നുമ്പോഴാണ് ഇവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നത്. ഇനിയെങ്കിലും നീ ഒന്ന് നേരെയാകൂ, ഇനിയെങ്കിലും നിൻ്റെ ഈ സ്വഭാവം മാറ്റൂ എന്ന് പറഞ്ഞ്. പക്ഷേ വീണ്ടും വീണ്ടും അവർ തെറ്റായ വഴി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും ഇത്രയും മോശം ചെയ്തിട്ടും ഈ വ്യക്തിക്ക് എന്താ ശിക്ഷ കിട്ടാത്തത് എന്ന്. കാരണം ഇവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു വിത്തിട്ട് കഴിഞ്ഞു. ആ വിത്ത് ഇനി പടർന്ന് പന്തലിച്ച് ഒരു മരമായി മാറിയിട്ടാണ് ഇവർക്ക് അതിൻ്റെ ആ ഒരു ശിക്ഷ ലഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവർ ഒന്നും അറിയുന്നില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് മറ്റുള്ളവരുടെ ലൈഫിൽ മോശം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന്. ഇവിടെ ഈ ഒരു വ്യക്തി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നുണ്ട്. ഇനി വർക്ക് പ്ലേസ് ദൂരെയാണ് എങ്കിൽ ഇവർക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ട്, ഇല്ല എങ്കിൽ വർക്കിൽ തന്നെ എപ്പോഴും ട്രാവലിംഗ് ഉണ്ട് എങ്കിൽ അതൊരു ബുദ്ധിമുട്ട്. അതായത് ഇവർ എപ്പോഴും ബിസി ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട്. അതായത് ഇവരുടെ ആ ഒരു സമയം ഇവരെ ഇങ്ങനെ കെട്ടിവച്ചൊക്കെയാണ്, ബിസിയായിട്ട് ഇരിക്കൂ ലൈഫിൽ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത്രയും ബിസിയായിട്ട് ഇരുന്നിട്ട് പോലും മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുക, അതൊക്കെയാണ് ഇവരുടെ മനസ്സിൽ.
വർക്ക് പ്ലേസിലും ഇവർ ഈ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചൊരു നെഗറ്റീവ് ബിഹേവ് ആണ് ഇവരുടേത്. റെഡ് കളർ വസ്ത്രമായിരിക്കാം ഇവർ കൂടുതലായിട്ടും ധരിക്കുന്നത്. ചിലപ്പോൾ റെഡ് കളർ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള നിറമായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇത്ര കോമ്പറ്റീഷൻ വയ്ക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഒബ്സർവ് ചെയ്തപ്പോൾ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി. വേറൊരു വ്യക്തി നിങ്ങളോട് അന്യായം കാണിച്ചാൽ അവർക്ക് ആ അന്യായം കാണിച്ചതിൻ്റെ ശിക്ഷ അപ്പോൾ തന്നെ ലഭിക്കുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി നിങ്ങളുടെ കൂടെ എന്തോ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി ഉണ്ട്. ആ ഒരു ശക്തി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ല കർമ്മം ഒത്തിരി ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സിലായി. നിങ്ങൾ ഡോഗീസിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നത്, കാക്കകൾക്ക് ആഹാരം കൊടുക്കുന്നത്, പക്ഷികൾക്ക് വെള്ളം വയ്ക്കുന്നത് കുടിക്കാൻ, അല്ല എങ്കിൽ പശുവിന് ആഹാരം കൊടുക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവർ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നല്ല കർമ്മം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാണ്. ഇവർ എപ്പോഴൊക്കെ നിങ്ങൾ നല്ല കർമ്മം ചെയ്യുന്നത് കണ്ടാൽ നിങ്ങളോട് പറയും, ആ പൈസ ഉണ്ടെങ്കിൽ ഒരു നേരം പാവങ്ങൾക്ക് ആഹാരം കൊടുക്കും, ഇതിനൊക്കെ കൊടുക്കണേം കാട്ടി പുണ്യമെങ്കിലും കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിങ്ങളെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിപ്പിക്കും. കാരണം നിങ്ങൾ നല്ല കർമ്മം ചെയ്യാൻ പാടില്ല, അതിനു വേണ്ടി നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ഇവർ ശ്രമിപ്പിക്കും. അതായത് നിങ്ങൾ നല്ല കർമ്മം ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്താൽ ഈശ്വരൻ നിങ്ങൾക്ക് നേരെ ന്യായം ചെയ്യത്തില്ല എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതായത് ഇവരെന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ചെയ്താലും ഇവരെ ശിക്ഷിക്കാൻ ഒരു ദൈവവും വരത്തില്ല. അതിനു വേണ്ടിയാണ് ഇവർ നിങ്ങളെ ഈ നല്ല കർമ്മം ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവർ എപ്പോഴും സ്പൈ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫാണ്. കാരണം നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഇവരുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാം അതിനു വേണ്ടി ഇവർ ചിലപ്പോൾ സിറ്റുവേഷൻസും ക്രിയേറ്റ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ ജസ്റ്റിസ് സംഭവിക്കുമ്പോൾ അപ്പോഴെല്ലാം ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതായത് എങ്ങനെ നിങ്ങളുടെ കൂടെ ജസ്റ്റിസ് ഉണ്ടായി, എങ്ങനെ സംഭവിച്ചു അത് എന്ന് ഇവർ ആലോചിക്കും. ഇവർ മനഃപൂർവ്വമായിട്ട് എപ്പോഴും അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും തെറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ചേഷ്ടയിലാണ് എപ്പോഴും ഇരിക്കുന്നത്. ഇവിടെ നിങ്ങളെ കൊണ്ട് മോശകർമ്മം ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഇവർ പ്രകോപിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് വയസ്സായ ആൾക്കാരോട് നമ്മൾ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കത്തില്ലേ, അതിനു വേണ്ടിയും ഇവർ നിങ്ങളെ പ്രകോപിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ കൺട്രോൾ ചെയ്ത് പോയി ആ ഒരു സാഹചര്യങ്ങളിലെല്ലാം. അതായത് നിങ്ങൾക്ക് എത്ര തന്നെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുപോയി. ഇവരാഗ്രഹിച്ചതുപോലെ നിങ്ങൾ ഒന്നും പ്രവർത്തിച്ചില്ല. ഇവിടെ നിങ്ങളുടെ കൂടെ ഒരു ഇൻസെക്യൂരിറ്റി ഭാവമാണ് ഇവർക്ക് എപ്പോഴും ഉള്ളത്. കൂടാതെ നിങ്ങളുടെ കൂടെ ഒരു ന്യായം സംഭവിക്കുന്നില്ല. ആ ഒരു ന്യായം കാണുമ്പോൾ ഇവർക്ക് ദേഷ്യം വരുന്നു. ഇവിടെ വ്യക്തികൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ല. ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ല. ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലെസ്സിങ് തരുമ്പോൾ ഇവർക്ക് തോന്നും, നിങ്ങൾ അങ്ങനെ എന്ത് കർമ്മം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലെസ്സിങ് ലഭിക്കുന്നത് എന്ന്. അതായത് ഒരു വ്യക്തിക്ക് നല്ലത് ചെയ്തിട്ട് ആ ഒരു കാര്യം 10 പേരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം, അതാണ് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം. ഇവർ എപ്പോഴും ഷോ ഓഫ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, എന്നിട്ട് 10 പ്രാവശ്യം അത് പറഞ്ഞുകൊണ്ട് നടക്കും. ഇവിടെ നിങ്ങളുടെ കൂടെ ഇൻസെക്യൂരിറ്റി വരാനുള്ള മെയിൻ കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ആ ഒരു ന്യായമാണ്. ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവർക്ക് പല പ്രാവശ്യവും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാണിംഗ് കൊടുക്കും. പക്ഷേ ഇവരത് കേൾക്കുന്നില്ല. ഇവർക്ക് ഈ ഒരു കാര്യം അറിയാം, എല്ലാവർക്കും എല്ലാം ക്ഷമിക്കാനൊരു പരിധിയുണ്ട്. ആ ഒരു പരിധി കഴിഞ്ഞ് ആർക്കൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷേ ഈശ്വരൻ എത്ര വാണിംഗ് കൊടുത്തിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളോട് തെറ്റ് ചെയ്യുന്നത് ഇതുവരെയും നിർത്തിയിട്ടില്ല. വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ ക്ഷമിച്ച് ഒരു പരിധി കഴിയുമ്പോൾ ഇവരുടെ നേരെ പ്രതികരിക്കണം. അങ്ങനെ ഒരു തെറ്റായ കർമ്മം ഉണ്ടാവണം, നിങ്ങൾക്ക് തന്നെ മോശം വരുന്ന രീതിയിലൊരു തെറ്റായ കർമ്മം ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഇവർ കൺട്രോൾ ചെയ്യാതെ വീണ്ടും വീണ്ടും നിങ്ങളോട് മോശം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ കൊണ്ട് തന്നെ ഒരു തെറ്റായ കർമ്മം സൃഷ്ടിക്കാൻ വേണ്ടി. ഈ വ്യക്തി ചിന്തിക്കുന്നത് എത്ര കാലം നിങ്ങളുടെ നേരെ ഈശ്വരൻ ന്യായം ചെയ്യും. അങ്ങനൊരു സമയം വരത്തില്ല ഈശ്വരൻ നിങ്ങൾക്ക് നേരെ ന്യായം ചെയ്യാത്ത. ഉറപ്പായിട്ടും അങ്ങനൊരു സമയം ഉണ്ടാകും. അതിനു വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കൊണ്ട് തന്നെ എന്തോ ഒരു പാപം, എന്താ ഒരു തെറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു വലയിൽ വീഴുക തന്നെ ചെയ്യും എന്നാണ്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ മോശം സമയം മനസ്സിലാക്കിയിട്ട് ആ ഒരു മോശ സമയം നിങ്ങളെ കൊണ്ട് തന്നെ എന്തെങ്കിലും പാപം ചെയ്യിപ്പിക്കാം എന്നുള്ള ആലോചനയിലാണ് ഇവർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് എത്ര തന്നെ വഴക്കിടാൻ വന്നാലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൺട്രോൾ വിട്ട് പോവരുത്. ഇനി നിങ്ങൾ ആരുടെയെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അപ്പോഴും ഈ ഒരു വ്യക്തി എന്തിനാ ഇവരെയൊക്കെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ദേഷ്യപ്പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഇവിടെ ആര് നിങ്ങളെ മോശം പറഞ്ഞാലും നിങ്ങളുടെ നല്ല പ്രവൃത്തി എന്താണോ അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വീട്ടിൽ ചെടി നട്ട് വളർത്തുന്നുണ്ട്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ പറയുന്നുണ്ടാകും. അതും നിങ്ങൾ ചെയ്യാതിരിക്കത് ചെയ്യുക. ഇവിടെ ഒരു വ്യക്തി അടുത്ത് താമസിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ട് വ്യക്തികൾ നിങ്ങളെ നോക്കി സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തികൾ എന്നെ നോക്കിയാണല്ലോ സംസാരിക്കുന്നത്, അപ്പോൾ എന്നെക്കുറിച്ചാണ് എന്താണ് പറയുന്നത് ഇവർ എന്ന് തോന്നുകയാണ് എങ്കിൽ നിങ്ങളത് വിട്ടുകളയുക. എന്തോ ആരോ എന്തോ പറയട്ടെ, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വ്യക്തി എപ്പോഴൊക്കെ നല്ലത് ചെയ്യാൻ ശ്രമിക്കും അപ്പോഴെല്ലാം ആൾക്കാർ അവരെ നിന്ദിക്കേ ഉള്ളൂ, സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തി തെറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വ്യക്തി മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന്. എപ്പോഴാണോ നല്ലത് ചെയ്യുന്നത് അപ്പോൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് പറയും. അതാണ് ഈ ഒരു സമൂഹം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം. നമ്മൾ നമ്മുടെ മനസ്സിന് എന്താണോ ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക. ശരിയായ കാര്യം നടക്കുന്നിടത്ത് ആരും ഉണ്ടാവത്തില്ല, പക്ഷെ മോശം കാര്യം എവിടെയാണോ നടക്കുന്നത് അവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഈ ഒരു വ്യക്തി ഒരേപോലുള്ള തെറ്റ് വീണ്ടും വീണ്ടും നിങ്ങളോട് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ ബന്ധങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ണ്. ബന്ധങ്ങളിൽ എപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിലുള്ള, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വൈഫും തമ്മിലുള്ളെങ്കിൽ വീട്ടിലുള്ള വേറെ ആരെങ്കിലും തമ്മിലുള്ള ബന്ധങ്ങൾ, ഇവർ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറയും, മറ്റുള്ള ആളുടെ മുന്നിൽ വേറൊന്ന് പറയും. അങ്ങനെ സ്വഭാവം. ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുക, അത് തന്നെയാണ് ഇവരുടെ മെയിൻ കാര്യം. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മെൻ്റലി എപ്പോഴും ഡിസ്റ്റർബ് ആയിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ശ്രദ്ധിക്കാതിരിക്കുകയുള്ളൂ. ഒരു വ്യക്തി ഒരു സമയം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയാണ്, മറ്റൊരു വ്യക്തി ഇത് കാണുകയാണ്. അപ്പോൾ ആ മറ്റൊരു വ്യക്തിക്ക് തോന്നും, എങ്ങനെ ഇവരെ കൊണ്ട് ഇത് സാധിക്കുന്നു, എങ്ങനെ ഇവരുടെ ഒരു കഴിവ് ഇല്ലാതാക്കാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷെ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഇവരെ പോലെ എനിക്കും ഇങ്ങനെ ആകണമെന്നേ വിചാരിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും അതേപോലെ മുന്നോട്ട് പോകണം, ഒരു കുഴപ്പവും കൂടാതെ. അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യം എന്തുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും പാപകർമ്മം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അപ്പോൾ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കുമല്ലോ, അങ്ങനെ ഇവർ ചിന്തിക്കുന്നു. അപ്പോൾ ഭയങ്കര ക്രൂഡായിട്ടുള്ള മൈൻഡാണ് ഇവരുടേത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുന്നേയൊക്കെ നിങ്ങൾ ഇവരെ കണ്ണും മടച്ച് വിശ്വസിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇവരെ വിശ്വസിക്കുന്നില്ല. കാരണം ഇവരുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ആളാണ് എങ്കിൽ കാക്കകൾ ഭയങ്കരമായിട്ട് ഇവരുടെ വീട്ടിൽ വരുന്നുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഈ ഒരു സൈൻ നിങ്ങൾ നോട്ടീസ് ചെയ്തോളൂ. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ക്രോയെ കാണാൻ സാധിക്കും. ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ നല്ല സമയമെല്ലാം വെറുതെ പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി സമയം വെറുതെ കളയിപ്പിച്ച് കളഞ്ഞു ഈ ഒരു വ്യക്തി നിങ്ങളുടെ. നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒരു വ്യക്തി എൻ്റെ വീടിൻ്റെ അടുത്തില്ല എന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ജീവിതത്തിൽ സമയം വേസ്റ്റായി കളയേണ്ട ആവശ്യം ഉണ്ടാവത്തില്ലായിരുന്നു എന്ന്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ വീടിൻ്റെ അടുത്തില്ല എന്നെങ്കിൽ. നിങ്ങളുടെ IQ ലെവല്, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ഐഡിയാസ് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കും. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു മോശം ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് കാരണം നിങ്ങൾക്ക് അതൊന്നും സാധിക്കുന്നില്ല. കരിയറിൽ തടസ്സം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് ഈ ഒരു വ്യക്തി കാരണമാണ്. അതായത് മെൻ്റലി ഒരു വ്യക്തിയെ തളർത്തിക്കളയുക, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ നിങ്ങളെ തളർത്തിക്കളഞ്ഞു പല അവസരങ്ങളിലും ഇവർ. ഒരു വ്യക്തിയുടെ 3-4 ദിവസം വെറുതെ വേസ്റ്റായി പോകുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അത് കരിയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു തടസ്സം ഇവർ സൃഷ്ടിക്കും.
ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചിന്ത നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എങ്കിൽ ആ ഒരു ആൾക്കാരെ ഇഗ്നോർ ചെയ്യുക ലൈഫിൽ നിന്ന്. അവരെന്തോ പറഞ്ഞിട്ട് പോട്ടെ. നമ്മുടെ ജീവിതം നമ്മളുടേതാണ്. എന്ത് തീരുമാനം എടുക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണ്. അങ്ങനെ നിങ്ങൾ ന്യൂട്രലായിട്ട് എന്തോ പറഞ്ഞോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ ജീവിതം. നമുക്കൊരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാ മൂടാൻ സാധിക്കത്തില്ല. മറിച്ച് നമ്മൾ ഇവർ പറയുന്നത് ഈ കാതിൽ കൂടെ കേട്ട് ആ കാതിൽ കൂടെ കളയുക. അതിനെ മൈൻഡിൽ വച്ച് വിഷമിക്കാതിരിക്കുക. അതായത് ഇവർ എന്താണോ പറയുന്നത് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുക. അത് മാത്രം നിങ്ങൾ ചെയ്യുക. ഒരു നിമിഷം പോലും മറ്റുള്ളവർ പറയുന്ന കേട്ട് വേസ്റ്റ് ആക്കാൻ പാടില്ല നമ്മൾ. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. അത് നമ്മൾ ആദ്യം വിചാരിക്കുക. മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു സമയത്തിന് ഒരു വാല്യൂവും തരുന്നില്ല. പിന്നെ എന്തിനാ നമ്മുടെ ആ ഒരു വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടി നമ്മൾ പാഴാക്കണം? ഇത് നിങ്ങളാണ് ആദ്യം മാറേണ്ടത്. മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് കേട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം വെറുതെ നിങ്ങൾ വേസ്റ്റാക്കി കളയരുത്. അതായത് അവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് ജോലിയിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ അന്നത്തെ ദിവസം തന്നെ മോശമാക്കുന്ന രീതി അത് വേണ്ട ഇനി. ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മളത് ഇഗ്നോർ ചെയ്ത് പോവുക. ഈ ഒരു വ്യക്തിയെ നമ്മളൊന്ന് ഇഗ്നോർ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവരുടെ ദേഷ്യം കാണണം. ഇനി നിങ്ങൾക്ക് ഇവരുടെ ദേഷ്യം കാണാൻ വയ്യ എങ്കിൽ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു തരാം. ഇവർ നിങ്ങളുടെ ആ ഒരു വർക്ക് മോശമാക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംസാരം പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവർ എല്ലാം പറഞ്ഞിട്ട് പോവുമല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വളരെ ശാന്തമായിട്ടിരുന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഇവർക്ക് തോന്നും ഇവരുടെ ആ ഒരു വാക്കുകളൊന്നും നിങ്ങൾക്ക് എഫക്റ്റ് ആയില്ല എന്ന്. പിന്നെ ഇവർ ഇങ്ങനെയുള്ള സംസാരവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടായാലും അത് മുഖത്ത് കാണിക്കരുത്. അതാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു തിരിച്ചടി. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവരുടെ പ്ലാനിങ് എല്ലാം വിഫലമായി. ഇനി ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല എന്ന്. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിലെ റിമോട്ട് നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. ആരുടെയും പാവയാവാൻ പാടില്ല നിങ്ങൾ. നിങ്ങളുടെ ലൈഫിലെ റിമോട്ട് എപ്പോഴും പരമാത്മാവിൻ്റെ കയ്യിലായിരിക്കണം. ഈ വ്യക്തിക്ക് കർമ്മ റിട്ടേൺ സ്റ്റാർട്ടായി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് എപ്പോഴും അസുഖമാണ്. അതായത് എപ്പോഴും കിടക്കാനായിരിക്കും ഇവർ ഇഷ്ടപ്പെടുന്നത്. മെയിനായിട്ട് തലവേദന, നടുവേദന, കാലുവേദന, മുട്ടുവേദന, അങ്ങനെ ഓരോ വേദനകളായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. എപ്പോഴും കിടക്കുക ഇരിക്കാനും കിടക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇവരുടെ വീട്ടിൽ ക്യാറ്റുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇവർ ക്യാറ്റിനെ വളർത്തുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ ഇപ്പോൾ ക്യാറ്റ് ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഒന്നുകിൽ ഡാർക്ക് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരുമാതിരത്തെ ഗ്രേ കളർ ഉണ്ടല്ലോ, ഗ്രേ കളർ ഒരു പൂച്ച ഇവിടെ വീട്ടിൽ വരുന്നുണ്ട്, നിത്യമായിട്ട് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളടുത്ത് പറയുക, അങ്ങനെ ഒരു സ്വഭാവം ഇവർക്കുണ്ട്. പിന്നെ ഇവർ എന്താണോ പറയുന്നത് അതാണ് ശരി. ഇവർ ഇപ്പോൾ ഓറഞ്ചിന് റെഡ് എന്ന് പറഞ്ഞാൽ അതാണ് ശരി എന്ന് എല്ലാവരും പറയണം. ഇവർ ഭയങ്കര അഹങ്കാരത്തിൻ്റെ ഉടമയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്തുകൊണ്ട് ദിവ്യമായിട്ടുള്ള ശക്തി നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു, എന്തിന് അവർ നിങ്ങളെ സഹായിക്കുന്നു, അതാണ് ഇവർക്ക് ഭയങ്കര ദേഷ്യം. അതായത് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു ഇവർക്ക് ഒരു ദിവ്യശക്തിയുടെയും ആശീർവാദം ലഭിക്കുന്നില്ലല്ലോ എന്നാണ് ഇവർക്ക് ദേഷ്യം. ഇവിടെ കുറച്ച് തന്ത്രമന്ത്രം ഇവർക്ക് ചെയ്യാൻ അറിയാമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ലൈഫിൽ ബിസി ആയിട്ടിരുന്നിട്ട് കൂടെ എങ്ങനെ മറ്റുള്ളവരുടെ ലൈഫിൽ ഇത്രമാത്രം ശ്രദ്ധിക്കുന്നു, ഓരോന്ന് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം ഇവർ മറ്റുള്ള ലൈഫിലാണ്. ഇവർ സ്വയം മൈൻഡ് ഗെയിം നല്ല രീതിയിൽ ചെയ്യുന്ന ആളാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ സ്വയം ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കാം, പക്ഷെ മറ്റുള്ളവരെയും കൂടെ ആശയക്കുഴപ്പത്തിലാക്കും. ആ രീതിയിലുള്ള മൈൻഡ് ഗെയിം. ഇവർ എന്താണോ പറയുന്നത് അതേപോലെ ഒരിക്കലും ഇവർ പ്രവർത്തിക്കത്തില്ല. രാത്രിയും പകലും തമ്മിലുള്ള അന്തരമില്ല. അതേപോലെയാണ് ഇവർ ഓരോന്ന് പറയുന്നത്, പക്ഷേ അങ്ങനെ ഒരിക്കലും പ്രവൃത്തിയിൽ വരികയുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരാണ് നിങ്ങളുമായിട്ട് കോമ്പറ്റീഷൻ വയ്ക്കുന്ന ആൾ. അപ്പോൾ നിങ്ങൾ ഇവരെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആ ഒരു പവർ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ എൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.